There is a session going on in Arabic in venue number 2, and also after 30 minutes there will be a session in the same venue, an interactive session with Brother Zaid Khalid Patel. Assalamu alaikum wa rahmatullah. Alhamdulillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. പ്രൗഢ ഗംഭീരമായ ഈ നിറഞ്ഞ സദസ്സിൻ്റെ മുന്നിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത സ്വഹാബ കിറാം റിളവാനുല്ലാഹി തആല അലൈഹിം അജ്മഈൻ, ആ സ്വഹാബികളെ സംബന്ധിച്ചാണ് ഏതാനും ചില വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനുള്ളത്. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച സാധാരണ മനുഷ്യർ. പക്ഷേ അവരുടെ ജീവിതത്തിലൂടെ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും പ്രചാരണത്തിനു വേണ്ടി ഏറെ ത്യാഗം സഹിച്ച വിഭാഗം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനും അതിനെ വിശദീകരിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും ആ സമൂഹത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അധ്യാപനങ്ങൾ, സാരാംശങ്ങൾ, അത് കൃത്യമായി അറിയുന്നവർക്ക് മാത്രമേ ശരിയായ പാന്താവിലൂടെ ജീവിക്കുവാൻ, നേരായ മാർഗത്തിലൂടെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഖുർആനും തിരുവചനങ്ങളും നമുക്ക് അറിയിച്ചു തരുന്നത്. ആരാണ് സ്വഹാബികൾ? അവരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ പദത്തിൻ്റെ അർത്ഥം സ്വഹാബി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും പ്രവാചകനിൽ വിശ്വസിച്ചുകൊണ്ട് ഒരൽപ്പസമയമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊത്ത് ചെലവഴിക്കുകയും അതേ വിശ്വാസത്തോടുകൂടി മരണപ്പെടുകയും ചെയ്തിട്ടുള്ളവർക്കാണ് സ്വഹാബികൾ എന്ന് പറയുക. ആ സ്വഹാബികളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മുഹാജിറുകൾ എന്നും അൻസാറുകൾ എന്നും രണ്ട് പദങ്ങളിലൂടെയാണ് ആ സ്വഹാബികളെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്തു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായമായ സൂറത്ത് തൗബയിലെ 100-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. ത്യാഗത്തിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യമായി കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളും സ്വഹാബികളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയ ആ രണ്ട് പദങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആരായിരുന്നു മുഹാജിറുകൾ?
മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് പരലോക വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ എല്ലാം ത്യജിച്ചവർ എന്നാണ് മുഹാജിർ എന്ന വാക്കിന്റെ അർത്ഥം. മക്കായിൽ നിന്ന് ജനിച്ചു വളർന്ന പ്രദേശവും കളിച്ചു വളർന്ന ചുറ്റുപാടുകളും സമ്പാദിച്ച സൗകര്യങ്ങളും സമ്പത്തുകളുമെല്ലാം തന്നെ സ്വർഗത്തിനു വേണ്ടി, പരലോകത്തിനു വേണ്ടി, പടച്ചതമ്പുരാന്റെ പ്രീതിക്ക് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് വെറും കയ്യുമായി കൊണ്ട് മക്കായിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തവർ അവരാകുന്ന മുഹാജിറുകൾ. ഒരു പറ്റം ആളുകൾ വെറും കയ്യുമായി കൊണ്ട് മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്കെല്ലാവിധ സൗകര്യങ്ങളും നൽകിക്കൊണ്ട്, എല്ലാം നൽകിക്കൊണ്ട്, സമ്പത്ത്, സൗകര്യങ്ങൾ, വീട്, കുടുംബം, എന്തിനധികം ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നവർ, അവർക്ക് താല്പര്യമുള്ള ഒരു ഭാര്യയെ തലാഖ് ചൊല്ലിക്കൊണ്ട് തന്റെ സഹോദരനായ മുഹാജിറിന് വേണ്ടി വിവാഹം ചെയ്തു കൊടുക്കുക പോലും ചെയ്തിട്ടുള്ള, അത്രമാത്രം ത്യാഗത്തിലൂടെ ജനിച്ചു വളർന്ന, അത്രമാത്രം സഹായഹസ്തങ്ങളുമായി കൊണ്ട് കഴിഞ്ഞുകൂടിയ ആളുകൾ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ആ രണ്ട് വിഭാഗത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നിട്ടുള്ള ആളുകൾ. ഇവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയായിരിക്കണം? നാം അവരെ പോലെ അനുകരിക്കുന്നതിന് വേണ്ടി, അവരുടെ മാർഗം അനുധാവനം ചെയ്യുന്നതിന് വേണ്ടി. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവർ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ലഭിക്കാനിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഹാജിറുകളെയും അൻസാറുകളെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതേ സംതൃപ്തിയാണ് സഹോദരങ്ങളെ അത്തരത്തിലുള്ള ആളുകൾക്ക് ലഭിക്കാനിരിക്കുന്നത്. പക്ഷേ അത് കിട്ടുമെന്നുള്ളത് നമ്മുടെ കർമ്മങ്ങളിലൂടെ തെളിയിക്കുവാൻ, നമ്മുടെ പ്രയത്നങ്ങളിലൂടെ അത് മനസ്സിലാക്കുവാൻ, നമ്മുടെ അധ്വാനത്തിലൂടെ അത് സ്വാംശീകരിച്ചെടുക്കുവാനായിരിക്കണം നാം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ സ്വഹാബികളെ സംബന്ധിച്ച് മറ്റു മനുഷ്യരെക്കാൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ അവർക്ക് പ്രത്യേകതകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. കാരണം പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്ന സൂറത്ത് ഹശ്റിലുള്ള 59-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹശ്റിലെ 9-ാമത്തെയും അതുപോലെ തന്നെ 8-ാമത്തെയും വചനത്തിലൂടെ മുഹാജിറുകളെയും അൻസാറുകളെയും അള്ളാഹു എടുത്ത് പ്രശംസിക്കുകയും അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെയും അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചും അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. നാം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വളരെ കൃത്യമായി കൊണ്ട് മുസ്ലിം ലോകം അഭിപ്രായ വ്യത്യാസമില്ലാത്ത നിലക്ക് അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഹദീസ് ഗ്രന്ഥങ്ങളായ സഹീഹുൽ ബുഖാരിയും അതുപോലെ തന്നെ സഹീഹ് മുസ്ലിമുമെല്ലാം തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫവല്ലദി നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം. ലൗ അന്ന അഹദകും അൻഫക മിസ്ല ഉഹദിൻ ദഹബൻ മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫി. അതായത് സ്വഹാബികളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആ സ്വഹാബികളല്ലാത്തവർ ഒരു വലിയ മലയുടെ അത്ര തൂക്കം, ഉഹദ് മലയോളം സ്വർണം ധർമ്മം ചെയ്യുന്നുവെങ്കിൽ അത് സ്വഹാബികളുടെ ധർമ്മത്തിന്റെ അത്ര പോലും, അതല്ലെങ്കിൽ അതിന്റെ പകുതി പോലും അവർ ചെലവഴിച്ച ഒരു മുദ്ദ്, ഒരു വാരലിന് പോലും തുല്യമാകുകയില്ല, സമമാകുകയില്ല എന്ന് പറയുമ്പോൾ അവർക്കുള്ള സ്ഥാനം സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് വലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സ്വഹാബികളെ ഒരിക്കലും തന്നെ നിങ്ങൾ ബൽസിച്ച് പറയരുത്, എൻ്റെ സ്വഹാബികളെ ഒരിക്കലും തന്നെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. മറ്റൊരു വചനത്തിലൂടെ പ്രവാചകൻ അറിയിച്ചത് മൻ സബ്ബ അസ്ഹാബി, മൻ സബ്ബ അസ്ഹാബി, എൻ്റെ സ്വഹാബികളെ ആരെങ്കിലും ചീത്ത വിളിക്കുന്നുവെങ്കിൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, ഉപരിലോകത്തിൽ നിന്നുള്ള കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇതാ സ്വഹാബികളെ വല്ലവരും ചീത്ത വിളിച്ചാൽ അവന്
അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കും, അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ ശാപമുണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റ് മുഴുവൻ മനുഷ്യരുടെയും ശാപം അവരേൽക്കേണ്ടി വരും. അതുകൊണ്ട് സ്വഹാബികളിലൂടെ മാത്രമേ ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. സ്വഹാബികളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രവാചകനിൽ വിശ്വസിച്ച് പ്രവാചകന്റെ കൂടെ ജീവിച്ച് അതേ വിശ്വാസത്തിൽ മരണപ്പെട്ടവർക്കാണ് സ്വഹാബി എന്ന് പറയുക. നമ്മളും വിശ്വാസികളാണ്, പ്രവാചകനിൽ വിശ്വസിച്ചവരാണ്. നമ്മളും ആ വിശ്വാസത്തോടു കൂടി മരണപ്പെടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ നമുക്ക് ഒരിക്കലും തന്നെ സ്വഹാബി എന്ന് പറയുകയില്ല. നമുക്ക് പറയുന്ന പേരെന്താണ്? പ്രവാചകനിൽ വിശ്വസിച്ച, പ്രവാചകൻ കൊണ്ടുവന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകൻ കാണിച്ചു തന്ന പാന്താവിലൂടെ ജീവിക്കുന്ന നമുക്ക് ഒരിക്കലും തന്നെ സ്വഹാബി എന്ന പേര് നമുക്ക് ലഭിക്കുകയില്ല. നമുക്കുള്ള പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്നാണ്. നമ്മൾ നബിയുടെ ഉമ്മത്തുകളാണ്. പക്ഷെ ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മത്തുകളുടെ സുരക്ഷ, ആ ഉമ്മത്തുകളുടെ ജീവിത വിജയം നിലനിൽക്കുന്നത് ആ സ്വഹാബികളുമായി കണക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. ആ സ്വഹാബികളിലൂടെ മാത്രമേ. വളരെ വിശദമായി കൊണ്ട് പറയുന്ന മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിന്റെ ഭാഗം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വാ സുഹാബി അമനത്തുൽ ലി ഉമ്മത്തി, വാ സുഹാബി എന്റെ സ്വഹാബികൾ, അമനത്തുൽ ലി ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ സുരക്ഷയാണ്. എന്റെ ഉമ്മത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ലാത്ത, പ്രവാചകനെ കാണാത്ത നിലക്ക് വിശ്വസിക്കുന്ന ഉമ്മത്തുകളെ, നിങ്ങളുടെ സുരക്ഷ പ്രവാചകന്റെ സ്വഹാബത്തിലൂടെയാണ്. കാരണം നമ്മൾ ദീനിനെ മനസ്സിലാക്കേണ്ടത് ആ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ. അതുകൊണ്ടാണ് പരിശുദ്ധ ഹദീസുകളിൽ ആ കാര്യം നമുക്ക് പറഞ്ഞു തന്നത്. ഫൈദാ ദഹബ അസ്ഹാബി അതാ ഉമ്മത്തി മാ യുഅദൂൻ, എന്റെ ഉമ്മത്തുകൾ ആ സ്വഹാബികളെ മാറ്റി നിർത്തിയാൽ, അതായത് ഫഹ്മു സ്വഹാബ, ഒരായത്തിനെ വിശദീകരിക്കുമ്പോൾ ആ സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കി, ഒരു ഹദീസിന് സ്വഹാബികൾ എങ്ങനെ വിവരണം നൽകി, അത് മനസ്സിലാക്കാതെയാണ് എന്റെ ഉമ്മത്തുകൾ പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് അറബി ഭാഷയുടെ ഒരു ഡിക്ഷണറി മുന്നിൽ വെച്ചുകൊണ്ട് ദീന് പഠിക്കാൻ ഒരുങ്ങിയാൽ അതവരുടെ നാശമാണ്, അതവരുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അതുകൊണ്ട് നമ്മുടെ രക്ഷാമാർഗം സ്വഹാബികളിലൂടെയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽപ്പെട്ട ഹദീസിന്റെ നിദാന ശാസ്ത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരെല്ലാം തന്നെ ഒരുപോലെ രേഖപ്പെടുത്തിയ ഒരു ആശയമുണ്ട്. അസ്വഹാബത്തു കുല്ലുഹും ഉദൂൽ, ആ സ്വഹാബികളെ സംബന്ധിച്ച് നിങ്ങൾ സംശയിക്കേണ്ടതില്ല, അവർ നേർമാർഗത്തിലൂടെ സഞ്ചരിച്ചവരാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ കാന മിൻകും മുതഅസ്സിയൻ ഫൽയതഅസ്സ ബിഅസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആരെയെങ്കിലും അനുകരിക്കാൻ വേണ്ടി തീർച്ചപ്പെടുത്തുന്നുവെങ്കിൽ അയാൾ പ്രവാചകന്റെ സ്വഹാബത്തിനെയാണ് അനുകരിക്കേണ്ടത്. ഫഇന്നഹും കാനൂ അബറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബാ, അവരാണ് ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകൾ. വഅമഖുഹാ ഇൽമാ, ദീനിൽ ഏറ്റവും അധികം വിജ്ഞാനം കരസ്ഥമാക്കിയവർ അവരാകുന്നു. വഅഖല്ലുഹാ തകല്ലുഫാ, യാതൊരു വിധത്തിലുള്ള ജാടകളുമില്ലാതെ ജീവിച്ചവർ അവരാകുന്നു. അതുകൊണ്ട് തന്നെ വാഖുവമുഹാ ഹദിയാ, അവരാണ് ശരിയായ മാർഗത്തിലൂടെ ജീവിച്ചിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ വത്തബഊഹും, നിങ്ങൾ അവരുടെ പിൻപറ്റുക. ഫീ ആസാരിഹിം ഫഇന്നഹും കാനൂ അലാ ഹദിയിൽ മുസ്തഖീം, അവരാണ് സിറാത്തുൽ മുസ്തഖീമിലൂടെ ജീവിച്ച ഒരു തലമുറയായി നമുക്ക് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ആ സ്വഹാബികളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. കാരണം പഠിക്കുന്ന വിഷയത്തിൽ അവരുടെ താല്പര്യം സഹീഹായ ഹദീസുകളിൽ കാണാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, എനിക്ക് എൻ്റെ അയൽവാസിയായ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഞാനും അദ്ദേഹവുമായി ഊഴം നിശ്ചയിച്ചുകൊണ്ടായിരുന്നു പ്രവാചകന്റെ അടുക്കൽ ചെന്ന് ദീന് മനസ്സിലാക്കിയത്. കുടുംബം പുലർത്തുന്നതിന് വേണ്ടി, കുടുംബത്തിൽ കുട്ടികൾക്കും കുടുംബത്തിനുമുള്ള ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി അധ്വാനിക്കാൻ പോയിരുന്ന രണ്ടാളുകൾ തീർച്ചപ്പെടുത്തുകയാണ്, അവർ ഷെയർ ചെയ്തുകൊണ്ട് ഒരു ദിവസം റസൂലിന്റെ അടുക്കൽ ഒരാൾ പോകുക, രണ്ടാമത്തെ വ്യക്തി അധ്വാനിക്കാൻ പോയി കിട്ടുന്ന വരുമാനവുമായി കൊണ്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ സ്വഹാബി
എന്തുമാത്രം അതിന് ത്യാഗം സഹിക്കുന്നു. ദീന് മനസ്സിലാക്കിയ വ്യക്തി തന്റെ കൂട്ടുകാരൻ അത് പകർന്നു കൊടുക്കുന്നു. അധ്വാനിച്ച് കിട്ടിയ കൂലി അത് തന്റെ ദീന് പഠിക്കാൻ പോയ കുടുംബത്തിന് കൂടി അത് പകർന്നു നൽകുകയാണ്. ദീനിന്റെ വിഷയത്തിൽ അവർ മനസ്സിലാക്കിയ ത്യാഗങ്ങൾ, ദീനിന്റെ കാര്യത്തിൽ പഠനത്തിന് വേണ്ടി അവർ ശ്രമിച്ച ത്യാഗം. അതുപോലെ തന്നെ നമുക്കറിയാം പരിശുദ്ധ ഖുർആനിലെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ നിങ്ങൾ അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂദഹദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ 600ഓളം ഈത്തപ്പന മരങ്ങൾ ഉണ്ടായിരുന്ന തോട്ടമായിരുന്നു. പരലോകത്തിന് വേണ്ടി മൻദല്ലദീ യുക്രിദുല്ലാഹ ഖർളൻ ഹസന, അല്ലാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കാൻ ആര് തയ്യാറുണ്ട് എന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാൻ തയ്യാറായത്. അതുപോലെ തന്നെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ മുൻവശത്തുണ്ടായിരുന്ന ബൈറുഹാ എന്ന് പറയുന്ന തോട്ടം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ സമർപ്പിച്ച സ്വഹാബിയായിരുന്നു. അതുപോലെ തന്നെ ദഅവത്തിന്റെ വിഷയത്തിൽ സഹോദരങ്ങളെ, വിവിധ ക്യാമ്പസുകളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്ന എന്റെ മുന്നിലുള്ള അനുചരന്മാരെ, അനുജത്തിമാരെ, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത മഹാനായ അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു വളരെയേറെ ത്യാഗം സഹിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വന്ന് ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇർജി ഇലാ ഖൗമിക, താങ്കൾ ഇനി താങ്കളുടെ ജനതയുടെ അടുത്തേക്ക് പോകുക. ഫഅഖ്ബിർഹും ബൈന ലഹ്റാനിഹിം, അവരുടെ മുന്നിൽ ചെന്ന് ഈ ആശയം പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാനത് ഉറക്കെ സംസാരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റ് പോയത്. നമ്മൾ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ബാധ്യത. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാ നമ്മൾ ഈ ഒരു സ്വഹാബികളെ മുൻനിർത്തിക്കൊണ്ടാണ് മുസ്ലിം ലോകത്ത് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്ന ഒരു പേരിന് തന്നെ അർഹതയുള്ളവരായി മാറിയത്. പ്രവാചകൻ പറഞ്ഞു, മുമ്പ് കഴിഞ്ഞു പോയ തലമുറകൾ 72 കക്ഷികളായി തിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്റെ ഉമ്മത്ത് എന്റെ സമുദായം 73 തിരിയും. അതിലൊരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള ആളുകൾ. ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മാ അന അലൈഹിൽ യൗമ വാ സുഹാബി, മാ അന അലൈഹിൽ യൗമ വാ സുഹാബി, ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ട മാർഗം. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞുകൊണ്ട് പലരും തന്നെ ആ പേര് അവകാശപ്പെടാറുണ്ട്. പക്ഷെ ആ പേരിന് അർഹതയുള്ള പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാനത്തെ ഉപദേശം എന്ന് പറയാവുന്ന രൂപത്തിൽ സ്വഹാബികളെ നോക്കിക്കൊണ്ട് പറഞ്ഞ, ഇതാ ഫമൻ യഅ്ശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങൾ ആരെങ്കിലും എനിക്ക് ശേഷം ജീവിച്ചാൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ വഅല്ലു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ എൻ്റെ സുന്നത്ത് ഉൾക്കൊള്ളുക, എന്റെ സുന്നത്തിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, എനിക്ക് ശേഷം കടന്നു വരാനിരിക്കുന്ന ഖുലഫാഉർ റാഷിദുകളുടെ ആ ഒരു മാതൃക നിങ്ങൾ ഏറ്റെടുക്കുക. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞ അവിടുത്തെ സുന്നത്ത്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്, എൻ്റെ സമുദായത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഖിയാമത്ത് നാൾ വരെ സത്യത്തിൽ ഉറച്ചു നിൽക്കും. ആരായിരിക്കും അവർ? അൽ ജമാഅ, അവരാണ് ആ ജമാഅത്ത് എന്ന് പറയുന്ന വിഭാഗം. അതായത് മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ നിലകൊണ്ട മാർഗം ഏതാണോ ആ മാർഗം, അതാണ് ജമാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുമ്പോൾ നബിയുടെ സുന്നത്ത്, അതുപോലെ സ്വഹാബികളുടെ ജീവിതം, ഇത് രണ്ടും ഏറ്റെടുത്തുകൊണ്ട് ആര് ജീവിക്കുന്നുവോ അവരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അതല്ലാതെ നാട്ടിൽ ആ പേര് വെച്ചുകൊണ്ട് സുന്നത്തിന് വിരുദ്ധമായി കൊണ്ട് ജീവിച്ചാൽ, ആ പേര് പറഞ്ഞുകൊണ്ട് സ്വഹാബികളുടെ ചര്യ ഞങ്ങൾക്ക് ആവശ്യമില്ല, അവരും മനുഷ്യരല്ലേ, എന്തിനാണ് സ്വഹാബികളിലേക്ക് പോകുന്നത്? അതൊരു 5ാം മദ്ഹബല്ലേ, അതെന്ത് പ്രമാണമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് അഹ്ലു സുന്നത്ത് വൽ ജമാഅ എന്ന പേരിന് പോലും അർഹതയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ യൗമ തബയല്ലു വുജൂഹുൻ വതസ്വദു വുജൂഹ്, പരലോകത്തെത്തുമ്പോൾ ഒരു വിഭാഗത്തിന്റെ മുഖം അത് പ്രഭാപൂരിതമായിരിക്കും,
മറ്റൊരു വിഭാഗത്തിന്റെ മുഖം അത് ഇരുളടഞ്ഞതായിരിക്കും. മഹാനായ തർജുമാനുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ആ വിഭാഗം ആരാണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അതുപോലെ തന്നെ സ്വഹാബികളുടെ ജീവിതവും മനസ്സിലാക്കിക്കൊണ്ട് ആര് ജീവിക്കുന്നുവോ അവരുടെ മുഖമായിരിക്കും പ്രഭാപൂരിതമായിരിക്കുക. അവരാണ് ആ ശരിയായ മാർഗത്തിലുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് ആയത്തുകളിലൂടെ പ്രത്യേകമായി എടുത്ത് പ്രശംസിക്കപ്പെട്ട വിഭാഗമാകുന്നു സ്വഹാബ കിറാം റിദ്വാനുല്ലാഹി തആല അലൈഹിം അജ്മഈൻ. അതുകൊണ്ട് തന്നെ ആ സ്വഹാബികളുടെ മാർഗം സ്വീകരിച്ച ആ കാര്യം അവരെ ഏതൊരു സമുദായത്തിന് കൈമാറിയോ ആ വിഭാഗമാണ് താബിഉകൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ. അതായത് താബി എന്ന് പറഞ്ഞാൽ മൻ ലഖിയ സ്വഹാബ, സ്വഹാബത്തിനെ കണ്ടുമുട്ടിയ വ്യക്തി, അല്ലെങ്കിൽ മൻ ലഖിയ അഹദൻ മിന സ്വഹാബ, സ്വഹാബികളിൽ ഒരാളെയെങ്കിലും കാണുകയും അവരോടൊപ്പം ദീനീ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് താബിഈ എന്ന് പറയുക. ആ താബിഉകളെ കണ്ടുകൊണ്ട് ജീവിച്ച അതിന്റെ അടുത്ത തലമുറയാണ് തബഉ താബിഈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ 3 തലമുറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പറഞ്ഞ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഇതാ ഏറ്റവും നല്ല തലമുറ ഞാൻ ജീവിക്കുന്ന ഈ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിന്റെ അടുത്ത തലമുറ, സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അതിന്റെ അടുത്ത തലമുറ. അപ്പോൾ സ്വഹാബത്ത്, താബിഉകൾ, തബഉ താബിഈങ്ങൾ, ഈ 3 തലമുറ, അതായത് നമുക്ക് 3 നൂറ്റാണ്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ 3 നൂറ്റാണ്ടിനെയാണ് ഇസ്ലാമിന്റെ വിശ്വാസ കർമ്മരംഗങ്ങളിലെല്ലാം തന്നെ മുൻഗാമികളായ പണ്ഡിതന്മാർ പ്രത്യേകമായി അവർക്ക് നൽകിയിട്ടുള്ളൊരു പേരാകുന്നു സലഫ് സാലിഹുകൾ. സലഫ്, മുൻഗാമികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ 3 വിഭാഗം അവരുടെ മാർഗം അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുക, അത് മാത്രമാണ് രക്ഷയുടെ മാർഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു മാർഗമാണ് കേരളക്കരയിൽ ഇസ്ലാഹി പ്രസ്ഥാനം സംഘടിതമായി പ്രവർത്തിച്ചു തുടങ്ങിയത് 924 എന്ന് നമുക്കറിയാം. 924 കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചപ്പോൾ, അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ പേരായി തെരഞ്ഞെടുത്തത് കേരള ജംഇയ്യത്തുൽ ഉലമായി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇന്ന് കേരളത്തിൽ ഒരുപാട് മതസംഘടനകളുണ്ട്. പക്ഷേ ഈ ഒരു പേരുള്ള സംഘടന മറ്റെവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന നമ്മൾ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന രക്ഷപ്പെടുന്ന വിഭാഗം എന്നുള്ളത് വിവിധ പേരുകളിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. അൽ ജമാഅ, അൽ ജമാഅ എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ ജീവിച്ച മാർഗം ഉൾക്കൊള്ളുന്നവർ. അതുപോലെ തന്നെ ത്വായിഫത്തുൻ മൻസൂറ, ഖിയാമത്ത് നാൾ വരെ ഒരു വിഭാഗം ആളുകൾ ആർക്കും അവരെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല, ആർക്കും അവരെ ഇടിച്ചു താഴ്ത്താൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ളൊരു കൂട്ടം ആളുകൾ ഉണ്ടാകും, ത്വായിഫത്തുൻ മൻസൂറ, അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന ആളുകൾ. അതുപോലെ തന്നെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്നീ പേരുകളിലെല്ലാം തന്നെ അറിയപ്പെടുന്ന ഏത് വിഭാഗമായിരുന്നാലും വളരെ കൃത്യമായി നമുക്ക് മാത്രം കേരളക്കരയിലെ സലഫി ആദർശ കൂട്ടായ്മയായ ഇസ്ലാഹി ആദർശത്തിന്റെ വക്താക്കളായ മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമേ അത് അനുകരിക്കുവാനും അത് ഏറ്റെടുക്കുവാനും സാധിച്ചിട്ടുള്ളൂ എന്ന അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വഹാബികൾ, ആ സ്വഹാബികളെ നമ്മൾ അറിയുക, സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുക. ആ സ്വഹാബികളുടെ ത്യാഗപൂർണമായ ചരിത്രം നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ സ്വഹാബത്തിന്റെ മാർഗം അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറെടുക്കുക. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് വിശേഷിപ്പിച്ച ആ സമൂഹത്തിന്റെ പിൻഗാമിയായി മാറുവാനും അതോടൊപ്പം തന്നെ അല്ലാഹു ഒരുക്കി വെച്ച അഅദ്ദലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളിൽ അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദ, അതിലവർ ശാശ്വതരായിരിക്കും, എന്നെന്നും ശാശ്വതരായിരിക്കും. അത് കിട്ടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വിജയം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്. ദാലികൽ ഫൗസുൽ അലീം,
അതത്രേ മഹത്തായ വിജയം. അതുകൊണ്ട് തന്നെ ഭൗതികമായ വ്യത്യസ്തങ്ങളായ കലാലയങ്ങളിൽ വിവിധ കോഴ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട്, അനുജന്മാരോട്, അനുജത്തിമാരോട് എനിക്ക് ഉത്ബോധിപ്പിക്കുവാനുള്ളത് ആ ഒരു മഹത്തായ വിജയം, മരണത്തിനപ്പുറമുള്ള മരണമില്ലാത്ത ജീവിതം. ആ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക, സ്വഹാബികളുടെ മാർഗം അത് നെഞ്ചോട് ചേർത്തുകൊണ്ട് കൃത്യമായ ജീവിത വിശുദ്ധിയോടുകൂടി തഖ്വയോടുകൂടി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. പടച്ച തമ്പുരാൻ നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളിൽ, മുവഹിദുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വഹാബത്തിന്റെ ജീവിതം അനുധാവനം ചെയ്തുകൊണ്ട് ഒരുമയോടുകൂടി ഐക്യത്തോടുകൂടിയുള്ള കൂട്ടായ്മയിൽ കണ്ണിയാകുവാനും അങ്ങനെ ദീനീ രംഗത്ത് സജീവമായ സാന്നിധ്യം കൊണ്ട് പരലോകം രക്ഷപ്പെടുത്തുവാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക. പടച്ച തമ്പുരാൻ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, സ്വർഗം ലക്ഷ്യം വച്ച് തിരക്കുകൾക്കിടയിൽ 3 ദിവസത്തെ സമയം കണ്ടെത്തി വന്ന നമ്മൾ പരിപൂർണമായും ആ ലക്ഷ്യത്തിലേക്ക് ആവശ്യമായ വിജ്ഞാനങ്ങളെല്ലാം